പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ വെറും കുറഞ്ഞ ചേരുവയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കാം. ഇനിയൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ അളവിലാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയും ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല, മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്കിതാ ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇനിയൊരു ട്രേയിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു ട്രേ ആട്ടോ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ പ്ലേറ്റ് അങ്ങനെയൊക്കെ എടുക്കാം. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒന്നുകിൽ ആവിച്ചെമ്പിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പം നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടൊന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ പാനിൻ്റെ അടിയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടി നമുക്ക് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബ്രെഡൊന്ന് ഇട്ട് കൊടുത്ത് ഇത് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ. ഇനിയൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമ്മൾ സ്ലൈസ് ആക്കിയിട്ടുള്ള മുട്ട മിക്സ് ആക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ. ഇനിയും ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പുറഭാഗം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇതിപ്പം ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. വെറും 3 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് പുറംഭാഗത്ത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഇത് സൂപ്പറാട്ടോ. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തതും എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് കോരി മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സ് എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലേക്കും വൈകുന്നേരം ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലനൊരു എഗ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന്. ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആട്ടോ. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും. ശരിക്കും ഒരു കട്ട്ലേറ്റ് പോലെയുണ്ടല്ലേ. വളരെ കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളിയാട്ടോ. ഒന്നുകിൽ സോസ് ഇല്ലെങ്കിൽ മയോണൈസ് കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.